നമ്മളിപ്പോൾ ഇരിക്കുന്നത് വയനാട്ടിലൊരു ട്രൈബൽ ഏരിയയാണ്. ഇത് അവർ ട്രൈബൽസ് യൂസ് ചെയ്യുന്ന, ഇവിടെ മീൻ പിടിക്കാനും അതുപോലെ തന്നെ വന്യജീവികൾ വരുമ്പോൾ അതുങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കുന്ന അമ്പും വില്ലുമൊക്കെയാണ്. അപ്പം അവരുടെ ഒരു ട്രൈബൽ ഏരിയയിൽ ഞാൻ പോയി, കുറച്ച് ദിവസമായിട്ട് അവിടെയാണ്. അപ്പം തൊട്ടടുത്തടുത്തടുത്തടുത്താണ് വീടുകൾ. ഓരോ വീട്ടിലും നിറച്ച ആൾക്കാരുണ്ട്. എന്ത് സ്നേഹമാണെന്നറിയോ എല്ലാവരും തമ്മിൽ. സ്നേഹവും അടുപ്പവും സന്തോഷവും ഒക്കെയാണെന്നറിയോ അവർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളില്ല, വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുടെ ആകെയുള്ളൊരു സങ്കടം എന്ന് പറയുന്നത്, ഒന്ന് സ്ഥലം കയ്യേറി അവരെ ഉപദ്രവിക്കുന്നത്, രണ്ടെന്ന് പറയുന്നത് അവരെ ഉപദ്രവിക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കള്ളു കുടിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വന്നിരുന്നിട്ട് കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിടുക, പ്ലാസ്റ്റിക് അല്ല ഇവിടെ കൊണ്ടിടുക. എന്നിട്ട് അവർ പറയും, ഇത് ഇപ്പോൾ ഈ ചുറ്റുപാടുള്ള മരത്തിനകത്തൊക്കെ പ്ലാസ്റ്റിക് ധാരാളം ഇരിപ്പുണ്ട്. വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമായത്. വെള്ളമുള്ള സമയത്ത് ഇവിടെ വെള്ളം കര കവിഞ്ഞൊഴുകുന്നൊരു സ്ഥലത്താണ് ഞാനിരിക്കുന്നത്. അപ്പം അഴുക്കെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അവർ പറയും, പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ചേർന്ന് പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാവരും വരുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെല്ലാം വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരവരുടെ പൂർവികരായിട്ട് അവരിതിനെ സന്തോഷിച്ച് മദർ നേച്ചറിനെ ഒരു അമ്മയെപ്പോലെ കണ്ട് സംരക്ഷിച്ചാണ് കൊണ്ടുവന്നത്. 4-ാം ഭാവത്തിന് പരദേവതയും പൂർവ്വ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബന്ധമുള്ളത് തന്നെ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ